ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നീക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞു. പൂജയ്ക്ക് അവിടെ അതാ കുളിക്കാണ്ടിരിക്കേണ്ട കൊട്ടുവായിട്ടിട്ട് ഉറക്കപ്പോഴും തികഞ്ഞിട്ടില്ല. എത്ര മണി വരെ ഒന്ന് കിടന്നുറങ്ങേണ്ടതെന്ന് അറിയാമോ? എന്താ വെച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാനിട്ട് പുലർച്ചെ വന്നത്. കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അയ്യപ്പം വിളക്കായിരുന്നു തോന്നുന്നു. അയ്യപ്പം വിളക്കിൻ്റെ ആയിരുന്നു, പൂരല്ലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ നേരം വൈകി. ആ സമയം വരെ ഞാനും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ പുലർച്ചെയാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം ഉണ്ടാകുക. അങ്ങനെ കിടന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ടയറിൻ്റെ പഞ്ചറായിരുന്നു. വണ്ടിക്ക് ഏടായി, ടയർ പഞ്ചറായിരിക്കുക. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് പോവില്ല എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ടിന്ന് ധൃതി കൂട്ടിയിട്ടൊന്നും ചെയ്യേണ്ട ഒരു ദിവസമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആമ എഴയണ പോലെയുള്ള ദിവസമായിട്ട് ഇങ്ങനെ മെല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നല്ല തണുപ്പും കാര്യങ്ങളും, ഈ കാലാവസ്ഥ തന്നെ ഒരു ചീമ്പിയൊരു കാലാവസ്ഥ അല്ലേ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഈ ഫുഡ് ഉണ്ടാക്കണം മുതൽ അങ്ങോട്ട് വീഡിയോ എടുക്കാം. കുളിയൊക്കെ കഴിഞ്ഞു. ചോറ് വയ്ക്കണം. ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് കണ്ണൻകുട്ടീനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ട് നമുക്ക് ചിക്കൻ കറി വയ്ക്കാം, ചോറ് വയ്ക്കാം. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഉപ്പേരിക്ക് വേണമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഷാജേട്ടന് മീൻ കൊണ്ടുവരും, അപ്പോൾ അതും ഉണ്ടാക്കണം. അപ്പോൾ മീൻ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഉപ്പേരി ഉണ്ടാക്കില്ല. എന്തായാലും കൊണ്ടുവരും. ആൾ ലീവാണെങ്കിൽ ഫുഡ് കഴിച്ചിരിക്കാൻ. അപ്പം ഇന്ന് ലീവാണെങ്കിൽ അങ്ങനെ മീൻ കൊണ്ടുവരും. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോഴേക്കും കണ്ണൻകുട്ടി ചിക്കനായിട്ട് വരികയും ചെയ്യും. വീതനൊക്കെ ഒന്ന് തുടക്കട്ടെ കേട്ടോ. വീതനപ്പം തുടച്ചിട്ടിട്ട് നമുക്ക് ചോറിന് വെള്ളം വയ്ക്കാം. അപ്പോൾ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുപ്പ് തീ കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഈ ഒരു തീ കത്തിക്കുന്ന വലിയ ചടങ്ങാണ്. ഒന്നാമത് നമുക്ക് വിറക് ഇവിടെ കമ്മിയാണ്, വിറകില്ല. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ ഇങ്ങനെ പെറുക്കി എടുത്തിട്ടും പിന്നെ ഇവിടെ തെങ്ങുമെന്ന് വീണ കൊതുമ്പ് അങ്ങനെയൊക്കെയുള്ള വിറകുകളെ നമുക്കുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ മിക്കതും അടുപ്പിൽ തന്നെയാണ് കേട്ടോ. ശനി ഞായർ അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ മിക്കത് അതിലാ ചെയ്യുക. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ കലത്തിലെടുത്തിട്ട് റെഡിയാക്കി വെച്ചു. തീയൊക്കെ പൂട്ടി. തീയൊക്കെ പെട്ടെന്ന് കത്തി വന്നു, എന്തോ ഒരു ഭാഗ്യത്തിന്. അല്ലെങ്കിൽ പിന്നെ ഒരു കളി ചിലപ്പോൾ അതിനൊരു കത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ ഊതിപ്പാടിയാലൊക്കെ കത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എന്തോ ഒരു ഗുരുത്തത്തിന് വേഗം കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചിക്കൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. പൂജിട്ടിൻ്റെ അടുത്ത് അവിടെ ഉണ്ട് കേട്ടോ, അടുക്കളയിൽ തന്നെ ഉണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എന്തോ ആണ് എഴുതുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇതും കൂടെ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പാടില്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഷാജേട്ടൻ ഇന്നിപ്പോൾ പോവില്ല എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കണത്. ഇല്ലെങ്കിൽ പിന്നെ ഈ സമയത്തൊക്കെ ആൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. മറ്റു വണ്ടി കൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ പാത്രങ്ങളൊന്നും ഇറക്കിയിട്ടില്ല. അത് ഇനിയിപ്പോൾ നേരാക്കി കിട്ടുമോ ഇല്ല എന്നുള്ളത് ഉറപ്പുമില്ല. ആളെ എപ്പോഴാണ് വരാമെന്ന് ഇനി ഫുഡിൻ്റെ സമയത്തേക്ക് വരുമോ ഇല്ല എന്നതും ഉറപ്പില്ല കേട്ടോ. അപ്പോൾ ഇനി പിന്നെ മീൻ കിട്ടിയാലേ നമുക്കത് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂല്ലോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു, തിളച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കാഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു നേരേക്ക് അല്ല, 2 നേരം, രാവിലെ വൈകുന്നേരത്തിനും ഞങ്ങൾ 3 എണ്ണം ഉണ്ടെങ്കിൽ 2 ഗ്ലാസ്. ഇതിന് 2.5 മതി. രാവിലെയും വൈകുന്നേരത്തിനും ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ 4 ഇടുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഉച്ചരിഞ്ഞിട്ട് കഴിക്കുമെന്ന് അറിയില്ല. പിന്നെ രാത്രിക്കും കൂടെ വേണം. അപ്പോൾ 4 ഇടാം. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി തന്നെ ഇപ്പോൾ എത്താറുണ്ട് കേട്ടോ. മറ്റേത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കൊണ്ടുപോയി വേസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. എനിക്കത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തികയില്ല എന്നുള്ളൊരു ഏക്കശങ്ക വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ രാത്രിക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല, അല്ലെങ്കിൽ അധികം ഫുഡ് രാത്രി കഴിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് തട്ടിക്കൂട്ടി എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ കിടക്കുക ചെയ്യാറ്. കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് വയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 നേരത്തിനും കൂടെയുള്ള അരിയാടുന്നത്. ഇനി നമുക്ക് ഈ മാസത്തെ അപ്പോഴേക്കും ഇനിയിപ്പോൾ കിട്ടാറായിട്ടുണ്ട്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമുക്ക് പോയിട്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങുക വേണം. ചിക്കൻ വാങ്ങാൻ പോയ ആളെ തീരില്ല കേട്ടോ. ഉള്ളി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് അരി ഞാൻ ഇട്ടു. ഇനി ചോറാവണം. അപ്പോഴേക്ക് എത്തിയാൽ മതിയായിരുന്നു. ഷാജേട്ടൻ മീനുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അതും ഉണ്ടാക്കാണ്ട്. അപ്പം അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഗായ്സ്. ഇതാ പൂച്ചുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ മുടി കെട്ടുക. ഫുഡ് കഴിക്കണം, വിശക്കുണ്ട്. നേരത്തെ അല്ല കഴിച്ചത്, ചായ കുടിച്ചത്. എന്നാലും വിശക്കുണ്ടല്ലേ പൂച്ചുട്ടിയെ? എനിക്ക് വിശക്കണം. അവൾ 3 ഇഡ്ഡലി 1 വടയൊക്കെ കഴിച്ചേ. ഞാൻ 1 ഇഡ്ഡലിയും 1 വടയുടെ പൊട്ടുക കഴിച്ചത്. അതാണ് എനിക്ക് വിശക്കുന്നത്. എൻ്റെ തിരുമുടി എണ്ണ തേച്ചിട്ട് കണ്ടോ, ഒട്ടുമില്ല.
അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇനി ചിക്കൻ വന്നിട്ട് നമുക്ക് അടുത്ത കുക്കിംഗ് പരിപാടി നടക്കുള്ളൂ. അതുവരെ ഞങ്ങൾ റീൽസോ ഷോർട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് കാണട്ടെ കേട്ടോ. കാണാം. അപ്പോൾ ഷോർട്ട് ബ്രേക്ക് ടൈമാണ്. എന്തെങ്കിലും വീഡിയോ ഇരുന്ന് കാണട്ടെ, അത് വരല്ലെങ്കിൽ ചടപ്പാവും. പരിയാനൊന്നുമില്ല, ഒക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പം ഇനി ചിക്കൻ വന്നിട്ടേ ഇന്ന് അടുത്ത പരിപാടി നടക്കുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം. ഞാൻ ചിക്കൻ കിട്ടിയിട്ടാ അങ്ങോട്ട് നിന്നിരുന്ന അത് അരിഞ്ഞ ചെന്നു. എൻ്റെ കണ്ണൻകുട്ടി പോയിട്ട് ചിക്കൻ തോന്നുന്നു, കുട്ടി വെയിലും ഇഷ്ടമാണ്. ഇപ്പം ഇത് കഴുകണം. കഴുകണേ കവറ് അത് മാറ്റി വെച്ചാൽ. മുന്നേയൊക്കെ ആണെങ്കിൽ കടയിലേക്കൊക്കെ പോണ കാര്യം എൻ്റെ തലയിൽ തന്നെ ആവും കേട്ടോ. അങ്ങനെ ഞാനും പൂജിറ്റിയും കൂടെ ആവും. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് ഇവർ സ്കൂളിൽ പോണ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ആ നട്ടപ്പുറ വയലത്ത് പോയിട്ട് ഷാജേട്ടൻ പോകുമ്പോൾ കൂടെ അങ്ങോട്ട് പോകും. എന്നിട്ട് വളാഞ്ചേരി ഇറങ്ങും. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. വെച്ചാൽ ഷാജേട്ടൻ വരാൻ പല നേരമാണല്ലോ. നല്ലോണം നേരം വൈകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും കൊണ്ടുവന്ന് വെക്കില്ലല്ലോ. അപ്പോഴേക്കല്ലേ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ കറി വയ്ക്കാനൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞാനാണ് ആ ഉച്ചയ്ക്ക് പോയി ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ണൻകുട്ടിയാണ് കേട്ടോ പോവാറ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ആശ്വാസമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിട്ട് കഴിഞ്ഞാൽ അവൻ പോയിട്ട് ഓർമ്മിച്ച് വാങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് എത്തിക്കും. മറ്റേത് ഞാൻ തന്നെ അതിനും വേണ്ടി ഓടണ്ടേന്ന് വിചാരിക്കുമ്പോൾ ഇതൊരു വലിയൊരു ആശ്വാസമാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്നും ഉണ്ടാക്കണ പോലെ തന്നെയാണ് ചിക്കൻ കറി കേട്ടോ. വേറെ മാറ്റങ്ങളൊന്നുമില്ല. തേങ്ങ വറുത്തരയ്ക്കുന്നില്ല. കിഴങ്ങിട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണൻകുട്ടീനെ ചെറുതിൽ ഞാൻ കുറേ ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സൊക്കെ ആവണ സമയത്തൊന്നും ഞാനിങ്ങനെ കടയ്ക്ക് ഒറ്റയ്ക്ക് പറഞ്ഞാക്കിയോ ഒന്നുമില്ല കേട്ടോ. കളിക്കാൻ വിടാൻ എനിക്ക് പേടിയായിരുന്നു. കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വലിയ പേടിയായിരുന്നു കേട്ടോ. കടയിലേക്കൊക്കെ വിടാൻ പ്രത്യേകിച്ചൊക്കെ പേടിയാണ്. ഞാൻ തന്നെ പോവാം. ഒരു 8-ാം ക്ലാസ്സൊക്കെ ആയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഏട്ടൻ എന്നൊക്കെ പറയും അവൻ പോട്ടെ, അവൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എന്തോ ഒരു പേടിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോയിട്ട് അവനങ്ങനെ ശീലാക്കിയപ്പോൾ ഇപ്പം എനിക്ക് അവനോട് ഇന്നത് വേണം, മമ്മൂട്ടി വളാഞ്ചേരി പോയിട്ട് വാങ്ങിയിട്ട് വായോ, ഇന്നതാണ്, അല്ലെങ്കിൽ തികഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ചാകോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവന് അതുമാണ് ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുട്ടികളൊക്കെ 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സുള്ള പിള്ളേരൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അവൻ പോയിട്ട് വീട്ടിലെത്തോളൊക്കെ ആദ്യമാണ് വല്ലാത്തൊരു ടെൻഷനാണ്. അതുപോലെ തന്നെയാണ് കളിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. എനിക്കൊരു പ്രത്യേക തരം ഒരു മൈൻഡാണ് എനിക്ക്. അതേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നെ അറിയണവരൊക്കെ ചീത്ത അറിയാറുണ്ട്. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടികളെല്ലാവരും പോയി കളിച്ചിട്ട് വരട്ടെ, അല്ലെങ്കിൽ പോയിട്ട് വരട്ടെ എന്നൊക്കെ. ഇപ്പൊക്കെ കുറേയൊക്കെ മാറ്റമുണ്ടെന്ന് വിചാരിക്കണം. എന്നാലും അവ എത്തോളം ഒരാദ്യമാണ്. അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് എനിക്കും. പക്ഷേ ചിലവരൊക്കെ പറയുമ്പോൾ അവർക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നമേ ഇല്ല, അവർ പോയിട്ടുണ്ട് വരില്ലേ എന്നുള്ളൊരു മൈൻഡിലൊക്കെ അവരിയ്ക്കും. പക്ഷേ എനിക്ക് അവ എത്തോളം വലിയ ടെൻഷൻ. അതുപോലെ തന്നെയാണ് പൂജിറ്റി ഒരു 10 മിനിറ്റൊക്കെ ക്ലാസ് കഴിഞ്ഞ് വൈകി വരുമ്പോഴും വലിയ പേടിയാണ് കേട്ടോ. കാരണം എൻ്റെ ടീച്ചർക്ക് അറിയാം എൻ്റെ പേടി എത്രത്തോളം ഉണ്ടെന്ന്. ടീച്ചറെ വിളിച്ച് എപ്പോഴും ഇങ്ങനെ വൈകിട്ടുണ്ടെങ്കിലൊക്കെ ടീച്ചറെ വിളിക്കുക. എനിക്കറിയാം ടീച്ചറെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടീച്ചർ വീട്ടിലാണെങ്കിൽ കൂടെ ഞാൻ വിളിച്ചിട്ട് ടീച്ചറോട് ചോദിക്കും. ടീച്ചർ പറയും ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും, വരാനായിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഞാൻ എത്തുകയും ചെയ്യും. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ല ചെരുപ്പ് വാങ്ങാൻ കയറുക എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയണേ എന്നുള്ളത്. നമ്മൾ ഈ വിശേഷമൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഈ ചിക്കൻ കറി നമ്മൾ 2-3-6 പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാരണം കേട്ടോ അതിൻ്റെ റെസിപ്പി പറയാത്തത്. നമ്മൾ എപ്പോഴും വെക്കണ പോലെ തന്നെയാണ്. അടുപ്പിലാണ് വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ മാറ്റം ഉണ്ടാവും. അടിപൊളിയായിരുന്നു കേട്ടോ കറിയൊക്കെ. അപ്പോൾ ഞാനിത് നമ്മുടെ കണ്ണൻകുട്ടിക്ക് വേണ്ടിയിട്ട് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. അവൻ ചോറായിട്ട് വാരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചിക്കൻ കറി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവാത്ത കേടൊന്നുമില്ല. എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ പാളിയാലേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മളിത് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും വെക്കുന്ന പോലെ തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പപ്പടത്തിൻ്റെ കുറവുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു ചിക്കൻ കറിക്ക് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. പിന്നെ കണ്ണൻകുട്ടിക്ക് കൊടുത്തപ്പോൾ ഞാനും കഴിച്ചു. പൂജിറ്റിക്ക് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവൾ വൈകിട്ടാണ് ചായ കുടിച്ചുകൊണ്ട് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അവന് കഴിച്ച് കഴിഞ്ഞ പാടനെ ഞാൻ കഴിച്ചു. ഇനി വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പൂജിറ്റിക്ക് ഇനി ആകുമ്പോൾ അവൾ കഴിക്കട്ടെ വിചാരിച്ചു. ഷാജേട്ടൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഷാജേട്ടനൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വളാഞ്ചേരി ഒന്ന് പോകാൻ വിചാരിച്ചു. അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു മൈൻഡ് ഒരു ഔട്ടായി പോണ പോലെ. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഓക്കെ ആവുമെന്ന് വിചാരിച്ചു. പിന്നെ പൂജിറ്റിക്ക് ചില്ലറ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നമുക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാം. കുറച്ചൊന്നുമില്ല കേട്ടോ, ഒരു 2 സാധനം എനിക്ക് അർജൻറ്റായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മേടിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മിഷനറിയിൽ ഉള്ള കുറച്ച് സാധനങ്ങളെ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ആ താപ്പും പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ
നടന്നു പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സമാധാനം. അപ്പോൾ കണ്ണൻകുട്ടി കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ കളിക്കുകയാണ്, നമ്മളോട് പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കുളമംഗലത്ത് നിന്ന് അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ല പാടത്ത് കൂടെ അങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചായ കുടിക്കുന്ന പൊരിക്കടിയുടെ കടയാണ്. അവിടെ നിന്നാട്ടോ നമ്മളെപ്പോഴും ചായ കുടിക്കാറ്. ഞാനും പൂജട്ടിയും കൂടെ ഞാൻ ചായ കുടിച്ചു, പൂജട്ടി പരിപ്പ് വടയും ഞാൻ മുട്ട ബജിയും ചൂടോടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 5:30 ഒക്കെ 5:45 ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചൂടോടെ ചായയും കടിയൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ വളാഞ്ചേരി പോയത്. എന്താ വെച്ചാൽ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് വരിക. അപ്പോൾ പിന്നെ കുളമംഗലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ വളാഞ്ചേരിയിൽ നിന്ന് ചായ കുടിക്കാൻ നിൽക്കണ്ടല്ലോ, ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം, കറക്റ്റ് ചായയുടെ സമയമല്ലേ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോയ്ക്കൊക്കെ കാത്ത് നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഓട്ടോ കിട്ടി. അവിടെ നിന്നിട്ട് നമ്മൾ വളാഞ്ചേരിക്ക് പോകുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞിട്ട് ചിലപ്പോൾ 1-2 സാധനം മേടിക്കാൻ ഉണ്ടാവുള്ളൂ. ഈ പോണത് നമുക്ക് നഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിളിച്ചിട്ടൊക്കെ പോണതൊക്കെയാണ് നഷ്ടം. ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ 20 രൂപ കൊണ്ട് അവിടെ എത്തും. തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് 20 രൂപ ഉണ്ടെങ്കിൽ ബസ്സിന് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അർജൻറ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ആയതുകൊണ്ടാണ് പോകുന്നത്. പിന്നെ പൂജയ്ക്ക് 2-3 സാധനങ്ങൾ മേടിക്കാനുള്ളതുകൊണ്ടാട്ടോ പോകുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോകണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ബട്ടൺ ഹൗസിലൊക്കെ കയറി. ഇവിടെ നിന്നാട്ടോ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ സംഭവങ്ങളും എപ്പോഴും മേടിക്കാറ്. പണ്ട് തൊട്ടേ ഇവിടെ നിന്നാണ് മേടിക്കുക. AKG റോഡിൻ്റെ ഉള്ള അതിനുള്ളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ എനിക്കൊരു മൂക്കുത്തി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ സിൽവറിൻ്റെ മൂക്കുത്തിയാണ് കേട്ടോ ഇടാറ്. എനിക്ക് നല്ല ഇഷ്ടം. എൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ മൂക്കുത്തിയുടെ. സിൽവറിൻ്റെ കളക്ഷൻസ് കുറച്ചുണ്ട്. പിന്നെ ഞാൻ ഈ 10 രൂപയുടെ 5 രൂപയുടെ അങ്ങനത്തെ ഒക്കെ 20 രൂപയുടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങുക. ഗോൾഡിൻ്റെ അല്ലാത്ത ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ്, അതുപോലെ സിൽവറിൻ്റെ. അപ്പോൾ ഈ സിൽവറിൽ ഒരുപാട് കളക്ഷൻ അന്ന് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ഒരെണ്ണം വാങ്ങി. പിന്നെ ലോട്ടറി എടുക്കാൻ വേണ്ടി കയറിയതാ. ആ ഒരു മിന്നിക്കത്തൽ പോലെ തന്നെ ആയി. ലോട്ടറി കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭാഗ്യത്തിന് കിട്ടുമെന്ന് വിചാരിച്ച് കയറിയതാ, ഇല്ല. പിന്നെ ഞാൻ എന്താ വാങ്ങാൻ പോയി വെച്ചാൽ നെല്ലിക്ക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കൂടെ വാങ്ങിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ താത്ത ഗൾഫ് പോയി വന്നിട്ട് നമുക്ക് ഒരുപാട് മിഠായിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.